ലോകമെമ്പാടുമുള്ള കർഷക സഹോദരങ്ങൾ അത് ഭൂമിയിൽ മണ്ണിൽ മാത്രമല്ല കടലിലും കൃഷി നടത്തുന്ന കർഷകർ. കൃഷി നടത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു 45 ദിവസം ഒരു കൃഷി ഇറക്കൽ ചടങ്ങ് തന്നെയാണ്. കടലിൽ പുതിയ നിയമത്തിന് അനുസൃതമായി അവർ സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉൽപാദനശേഷി നമുക്ക് കടലിൻ്റെത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ കടലിൽ പോകുന്ന കടൽ കർഷകരടക്കമുള്ള ലോകമെമ്പാടും പരന്നു കിടക്കുന്ന കർഷക സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വർഷപ്പിറപ്പ് ദിനത്തിൽ. അല്ല, അതൊക്കെ സംവിധാനങ്ങൾ കൃത്യമായി അവർ കേരള സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അപര്യാപ്തതകൾ ഉണ്ടായിടത്ത് ഞങ്ങൾക്ക് ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. 4 വർഷമായിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട് അല്ലേ? അത് പറഞ്ഞാൽ ഉടനെ അത് രാഷ്ട്രീയമാണ് എന്ന് പറയും. അല്ല, ഞാൻ പറയുന്നത് ഇതിനൊരു ഗോൾഡൻ അവർ എന്ന് പറയുന്നതുണ്ട്. അത് 72 hours ആണ്. 72 മണിക്കൂർ എന്ന് പറയുന്നത് എന്ത് ജീവൻ നഷ്ടപ്പെട്ടായാലും അല്ലെങ്കിലും ഒരു സസ്പെൻഡഡ് ആയിട്ടൊരു പാർട്ടിക്കിള് പെട്ടെന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ പിന്നെ 72 മണിക്കൂർ കിടന്നാൽ പിന്നെ ഇത് ഏതെങ്കിലും കല്ലിടുക്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇട്ട പാറയിടുക്കിലോ കയറി അവിടെ കുടുങ്ങിക്കിടന്നാൽ ഇത് കണ്ടെത്താനുള്ള പ്രയാസത്തിലാണ് പല ബോഡീസും നമുക്ക് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, ആ കുടുംബത്തിന് വേണ്ടി വേണ്ടുന്ന സഹായം സമൂഹവും സർക്കാരുകളും ചെയ്ത് അവരെ നിലനിർത്തണം.